എൻ്റെ തൊടിയിലുണ്ടായ കുന്നൻ പഴമാണിത്. ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയ ഒരു നാട്ടുപഴമാണ് ഇത്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റിയും ഉണ്ട്. ഇത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞ് ഇത് ഉണക്കി പൊടിച്ച് വിരകി കൊടുക്കാറുണ്ട്. പനങ്കൽക്കണ്ടവും അല്ലെങ്കിൽ ശർക്കരയോ ഇട്ട് വിരകി കൊടുക്കാറുണ്ട്. വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. ഇനി ഞാൻ ഈ ഒരു പഴം വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന ഒരു രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനായിട്ട് ഞാൻ ഇതിൽ നിന്നും 6 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം തോല് കളഞ്ഞ് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. പഴം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പുട്ടുപൊടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പുട്ടുപൊടി ഇളം ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്തതാണിത്. ഞാൻ ഏകദേശം ഒരു 3 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്തോളുക. ഇതിൽ 1 മുറി നാളികേരം ചെറുതാക്കി ചിരവി ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത ശേഷമാണ് ഇതിലേക്ക് നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പുമുണ്ട്. ഇനി ഇതിലേക്കാണ് ഞാൻ ഈ ഒരു പഴം ഇട്ട് കൊടുക്കുന്നത്. കുട്ടികൾ പഴം നേരിട്ട് കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൂത്രം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് പഴം ചെല്ലുകയും നല്ലൊരു ആരോഗ്യപ്രദമായ ഭക്ഷണം കിട്ടുകയും ചെയ്യും. ഇത് ഇങ്ങനെ മറിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കുഴയ്ക്കരുത്, മറിച്ച് എടുക്കാം. ഇപ്പം ഞാൻ പഴമെല്ലാം ഇട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഈ കട്ടയായി കിടക്കുന്നതൊക്കെ പഴമാണ്. അപ്പോൾ ഈ പഴം എല്ലായിടത്തും എത്തും വരെ ഇങ്ങനെ മറിച്ച് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് മറിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഓട്ടയുള്ള ചട്ടുകം വെച്ച് എല്ലാ ഭാഗവും എത്തും വിധം ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ഈ ഒരു പുട്ടുകുടത്തിലേക്ക് നിറയ്ക്കാം. പുട്ട് വേവാനുള്ള വെള്ളം തിളച്ച് മറിയാണ്. അതിലേക്ക് നമുക്ക് ഈ ഒരു പുട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആവി വരുന്നത് വരെ നമുക്കിത് ഇതിൽ വേവിച്ചെടുക്കാം. പുട്ടിൻ്റെ ആവി ഇപ്പം നല്ല പോലെ വരുന്നുണ്ട്. ഇങ്ങനെ ആവി വന്നാലും ഉടനെ എടുക്കരുത്. ഒരു 3 മിനിറ്റോളം ഇത് വേവണം. എന്നാലേ ആ പഴം കൂടി ഇതിൻ്റെ ഉള്ളിൽ കടന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആവി വന്ന ശേഷം 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയാകും. പഴത്തിൻ്റെ ഒരു കളറൊക്കെ നമ്മുടെ പുട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, മഞ്ഞ കളർ. ഇനി ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു തുണി വെച്ച് മുറുക്ക പിടിച്ചിട്ടുണ്ട്, കാരണം എൻ്റെ പാത്രത്തിൻ്റെ ഈ ഭാഗത്തെ സംഭവം പോയിരിക്കുക. അപ്പോൾ കൈ പൊള്ളാതിരിക്കുക. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. നാളികേരവും പഴമൊക്കെ ചേർന്ന് നല്ലൊരു സ്വാദായിട്ട് വന്നിട്ടുണ്ട് പുട്ട്. ഈ ഒരു ചില്ല് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ചില്ലിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്താൽ ഇങ്ങനെ വേറിട്ട് കിട്ടും. ഞാനത് തേച്ച് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു പുട്ടാണിത്. ആ പഴമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ മധുരവും ഒക്കെയാണ്. ഇതിലേക്ക് ഞാൻ കൂർക്കയും ചേനയും ഉള്ള ഒരു കറിയാണ് വെച്ചിട്ടുള്ളത്.